അപ്പൊ ഇന്ന് ഞാൻ കൊച്ചിയിലേക്ക് തിരിച്ചു പോകണം. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ താരുമോളെ കാണാനായിട്ട് വന്നു. താരുമോളെ കാണാൻ വേണ്ടി മാത്രമല്ല വന്നത്, ഈ കണ്ണിൽ കുരുവുള്ള രോഗിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയാൽ വേണം. ഗൈസ് ദാണ്ട് ഇത് കണ്ടോ, മുഖത്തിടാൻ വേണ്ടി കയ്യിൽ തട്ടിക്കൊടുത്ത പൗഡർ ടച്ചിങ്സ് ആണെന്ന് പറഞ്ഞ് നക്കി നോക്കുവാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നേരെ പോയത് നമ്മുടെ മഞ്ചള്ളൂർ പ്രിസൈസ് ഐ ഹോസ്പിറ്റലിലോട്ടാണ്. നീണ്ട ഒരു 2-2.5 മണിക്കൂറത്തെ പോസ്റ്റിങ്ങിന് ശേഷം മരുന്നും വാങ്ങി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ ദിവസത്തിന് വേറൊരു പ്രത്യേകത കൂടെ, എന്റെ ബർത്ത്ഡേ ആണ് ഗൈസ്. ഇന്ന് എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് എന്നോടുള്ള അമിതമായ സ്നേഹം കൊണ്ട് അനന്തോണ്ട് ഇന്ന് എനിക്ക് ബിരിയാണി മേടിച്ചതാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ നേരെ ബിരിയാണി കഴിക്കാൻ പോയത് നമ്മുടെ പത്തനാപുര ഹരി ബിരിയാണിയിലാണ്. ഞങ്ങൾ അവിടെ നിന്ന് ഓരോ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. കൊള്ളാം, നല്ല ബിരിയാണി. പിന്നെ ദാണ്ട് ഈ ഒരു സാധനം കണ്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബിരിയാണിയൊക്കെ തിന്ന് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. അങ്ങനെ പെരുന്നാൾ ആഘോഷമൊക്കെ കഴിഞ്ഞ് ഇന്ന് തിരിച്ച് കൊച്ചിയിലേക്ക് പോകാണ്. ബാഗും തുണിയൊക്കെ പറക്കി കെട്ടി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഗൈസ്, എന്റെ പ്രൊഡ്യൂസർമാർ എന്നെ ബർത്ത്ഡേ വിഷ് ചെയ്തില്ല. അതിന്റെ ചെറിയൊരു സങ്കടവും വിഷമവും ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലൊന്നും ആരോടും പറയാതെ എല്ലാം കെട്ടിപ്പറക്കി അവിടെ നിന്ന് ഇനി ഒരു തിരിച്ചുവരവ് തൽക്കാലം ഉണ്ടാവില്ല. തിരിച്ചു പോയി ഇറങ്ങിയപ്പോൾ ഇയാൾ എന്നെ വിടത്തില്ല. അയാൾക്ക് അപ്പ ഓക്സിജനിൽ പോകണം. പിന്നെ അയാളെ കൊണ്ട് നേരെ പത്തനാപുരം ഓക്സിജൻ വരെ പോയി. ചെന്ന് കയറിയപ്പോഴേ അവിടെ S25 അൾട്രാ ഇരിക്കുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കില്ല, എന്റെ 2 സെൽഫി എടുത്ത് അവിടെ വെച്ചു. വരുന്നവരൊക്കെ ഒന്ന് കാണാം. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കൊച്ചിയിലേക്ക് പോകാൻ തിരിച്ചു. ഞാനുണ്ട്, കൊച്ചൂട്ടു സാറുണ്ട്, നന്ദൻ സാറുണ്ട്, കണ്ണൻ സാർ. ഈ സാർമാരെ എല്ലാം കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ചങ്ങനാശ്ശേരി തപാൻ മന്തി കയറി ഒരു മന്തി അങ്ങ് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അവിടെ നിന്ന് വണ്ടിയിലാണെങ്കിൽ തീരെ CNG ഇല്ലായിരുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പമ്പിൽ CNG അടിക്കാൻ വേണ്ടി CNG അടിക്കാൻ നിന്ന മാമൻ കൊച്ചൂട്ടുവിനെ നോക്കുന്ന നോട്ടം കണ്ടാലേ അറിയാം മാമന് കൊച്ചൂട്ടുവിനെ അങ്ങ് വല്ലാണ്ട് ഇഷ്ടമായിട്ടുണ്ട്. അങ്ങനെ CNG ഒക്കെ അടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി. ഏകദേശം ഒരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്ക് റൂമിലെത്തി.